ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിന് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല, എന്നാലൊരു വീഡിയോ. അപ്പോൾ റിക്കൂട്ടനിങ്ങനെ അവൻ്റെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ABCDയും 1 2 3 പാട്ടെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുവാന്ന് കേട്ടോ. റിക്കൂട്ടനും പാട്, ABCD പാട്. അപ്പോൾ ഈ ലാപ്ടോപ്പ് ഇടുന്ന കിട്ടിയെന്ന് പറഞ്ഞാൽ സീഡ് ദ ടോയ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അവിടെ നിന്നാണ് കേട്ടോ. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചോളൂ. ഇതിൻ്റെ ഒരു സ്ക്രിബ്ലിംഗ് ബുക്കും ഉണ്ട് കേട്ടോ. അത് റിക്കൂട്ടൻ്റെ, അതായത് എറിക്നിധി എന്നുള്ള പേര് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടുമേ. പിന്നെ നമ്മൾ റിക്കൂട്ടൻ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൈക്കിൾ ഓടിക്കുവാന്ന്. ഞാൻ റിക്കൂട്ടിനെ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങായി ഇങ്ങനെ സൈക്കിളിൽ ഓടിച്ചിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുക്കൊന്ന് ഇച്ചിമുള്ളാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗം പിന്നെ അങ്ങോട്ടേക്ക് കട്ടാക്കിയതാണേ. പിന്നെ ഞാൻ നമ്മളെ മെറ്റീരിയലിൻ്റെയും ടോപ്പിൻ്റെ എല്ലാം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അതെല്ലാം അപ്ലോഡ് ചെയ്തു. അങ്ങനത്തെ എല്ലാം കുറച്ച് തിരക്കിലായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മടക്കി വെക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് റിക്കൂട്ടൻ കുറച്ച് സമയം ആ കാർട്ടൂണെല്ലാം കണ്ടിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്നൊരു ബുക്കെല്ലാം എടുത്തിട്ട് വെറുതെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ കുറേ സമയം ഒന്നും ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കുക ഇതാക്കൊന്നുമില്ല കേട്ടോ. അപ്പാടെ ഇറങ്ങി ഓടിക്കളി. ഞാനും പിന്നെ പിടിച്ച് വലിക്കാറൊന്നുമില്ല. ഇനിയിപ്പം വരുന്ന കൊല്ലങ്ങളിൽ ഇതുപോലെ ബുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ടാവുമല്ലോ. ഞാൻ എന്താ കണ്ണടയിലിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എഡിറ്റ് ചെയ്യാനും എല്ലാം ഉണ്ടായിന്. അപ്പോഴേക്ക് ഇതാ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായി. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഇപ്പം വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഷീറ്റ് ഇടാത്ത ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സീലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ ഉറ്റും കേട്ടോ. ഇങ്ങനെ കുറേ അല്ല, നമുക്കിങ്ങനെ പുറത്തെ ചാറൽ മഴ ഉണ്ടാവില്ലേ, അത് നമ്മളെ മുഖത്ത് വീഴുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ചൊല്ലിയിൽ നിന്ന് അച്ഛനമ്മയെല്ലാം വീഡിയോ കോളെല്ലാം ചെയ്തിട്ടുണ്ടായിന്. നമ്മൾ ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. റിക്കൂട്ടൻ പിന്നെ അവൻ്റെ കുഞ്ഞ് ബൈക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ റിക്കൂട്ടനും ചോറൊക്കെ കൊടുത്തു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ റിക്കൂട്ടന് കാർട്ടൂണും വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്ത് പോകാൻ അതും കണ്ടിരുന്നോളും. ഞാൻ പിന്നെ ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. കഴിച്ച് തുടങ്ങിയായിരുന്നു അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ അച്ഛനും കഴിക്കുന്നുണ്ട്. അപ്പോഴേക്ക് റിക്കൂട്ടൻ എന്താ കളിക്കുന്നുണ്ട് അവിടുന്ന്. പിന്നെ എന്താ റിക്കൂട്ടനെ പിന്നെ ഞാൻ കിടത്തി ഉറക്കി കേട്ടോ. അതിന് ശേഷം റിക്കൂട്ടൻ്റെ നമ്മളെ ഈ തുണികളെല്ലാം വെച്ച കൊട്ടയൊന്ന് വൃത്തിയാക്കി. ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇവിടുത്തെ അന്ന് ഉണക്കി വെച്ച ഡ്രസ്സ് ഉണ്ടാകും. പിന്നെ എന്താ മഴയല്ലേ, അപ്പം കുറേ ഡ്രസ്സ് എടുത്ത് വെക്കാനെല്ലാം ഉണ്ടായിന്. അതെല്ലാം എടുത്ത് വെച്ചേട്ടാ. പിന്നെ റിക്കൂട്ടിനിപ്പം തല കയറാത്ത കുറച്ച് ഡ്രസ്സുണ്ട്, അതൊക്കെ മാറ്റി വെച്ചു. പിന്നെന്താ അമ്മക്ക് അതിൻ്റെ ഇടയ്ക്ക് കുടുംബശ്രീക്ക് പോകാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ പൗഡർ എടുത്ത് പോകുന്നുണ്ട്. അമ്മേൻ്റെ സാരിയെല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. റിക്കൂട്ടൻ നല്ല ഉറക്കാന്നേ.
അച്ഛൻ അവിടെ വന്നിട്ട് ഗുളിക കുടിക്കുവാന്ന് കേട്ടോ ഉച്ചക്കത്തെ. പിന്നെ റിക്കൂട്ടൻ്റെ ഇങ്ങനെ കളിച്ചിട്ടെല്ലാം അവിടെ ഇവിടെയും വെച്ച കളി സാധനങ്ങൾ സംഭവങ്ങൾ അതെല്ലാം മടക്കി പൊറുക്കി വെക്കുവാന്ന്. ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇനി എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും പിന്നെ നമ്മളെ പുതിയ സ്റ്റോക്ക് ഏതാ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാനും അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ടായിന്. പിന്നെ അപ്പോഴേക്ക് അമ്മ മാറ്റിയിട്ട് കുടുംബശ്രീക്ക് പോകാൻ നോക്കുവാന്ന് കേട്ടോ. അങ്ങനെ എഡിറ്റിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് അമ്മേനെ കുറച്ച് വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുവാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ കുടുംബശ്രീക്കെല്ലാം പോയിട്ട് വന്നു. റിക്കൂട്ടൻ അപ്പോഴേക്ക് ഉറങ്ങി എണീച്ചു. എന്നിട്ട് അവൻ അതിൽ മുന്നേ ഒരുക്കി എണീച്ച് പിന്നെ ഞാൻ ഉറക്കിയതാന്നേ. അങ്ങനെ എന്നിട്ട് ഇതാ ഷെയ്ക്കെല്ലാം കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളെ പഴവും ഈത്തപ്പഴവും പിന്നെന്താ പാലും പഞ്ചസാര ഇട്ടിട്ട് ഷേക്ക് കേട്ടോ. പിന്നെ റിക്കൂട്ടിനെ കുളിപ്പിച്ചു. അങ്ങനെ ഇങ്ങനെ പുറത്ത് കാഴ്ചകളെല്ലാം കണ്ടിട്ടിരിക്കുക. അപ്പോൾ റിക്കൂട്ടിൻ്റെ ഡ്രസ്സിൽ മറ്റേ നമ്മളെ ഡ്രസ്സിനുണ്ടാവില്ലേ മുകളിൽ ഇങ്ങനെ ടാഗ് പോലത്തെ സംഭവം അതുണ്ടായിന്. അപ്പം അത് താത്തി കൊടുത്തിട്ടാന്ന് പറഞ്ഞാൽ അതിന് അച്ഛനെ കലമ്പുന്നു. എന്തിനാ അത് ഉള്ളിലാക്കിയാ എന്നാൽ ഉള്ളിലാക്കി എന്നെല്ലാം ചോദിച്ചൊരു ഡയലോഗ് അടിക്കുവാന്ന് കേട്ടോ. ഞാൻ റിക്കൂട്ടൻ കളിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുവാന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് അവൻ എന്തെല്ലോ ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിനുശേഷം റിക്കൂട്ടൻ ഒരു JCB എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴേക്ക് കുറച്ച് നമ്മളെ ചിപ്സില്ലേ അതെടുത്തിട്ട് തിന്നു. നല്ല നേരിയ നല്ല ചിപ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്തോട്ടുള്ള സൈതേച്ച് വന്നിട്ടുണ്ടായിന്. എന്നിട്ടുണ്ടായിരുന്ന തുണിയെല്ലാം വാങ്ങിച്ചിട്ട് പോയി. പിന്നെ അമ്മ നല്ല ഉരുളക്കിഴങ്ങ് പക്കോട ആക്കാൻ നോക്കുന്നുണ്ടായിന്. റിക്കൂട്ടൻ അപ്പോഴേക്ക് എനിക്കൊരു ഓർഡർ കിട്ടിയിടത്ത് ഞാൻ പിന്നെ ഇതിലിങ്ങനെ എഴുതി വെച്ചു ബുക്കിൽ. അപ്പോൾ ഓന് പെന്നെടുത്തിട്ട് എഴുതണം. അങ്ങനെ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പെന്നും വാങ്ങിച്ചിട്ട് റിക്കൂട്ടനും അതിൽ കുറേ കുത്തി വരക്കാൻ തുടങ്ങി. ആ കാണുന്ന വട്ടം റിക്ക് വരച്ചതൊന്നുമല്ല, പക്ഷേ റിക്കൂട്ടിന് ഇങ്ങനെ എങ്ങനെയൊക്കെയുള്ള വട്ടങ്ങൾ വരക്കാറുണ്ട്. പിന്നെ നമ്മളെ ബാക്കിയുള്ള മെറ്റീരിയലിന് ചോദിച്ചിട്ട് എൻക്വയറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തു. അപ്പം നമുക്കിനി ഇതാ ഈ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. മറ്റേ ഹായ് ഇപ്പം എറിക്കൂട്ടിൻ്റെ വൺ കുറച്ചുകൂടി വെലിങ്ങനെ വരക്ക്. അങ്ങനെ തന്നെ സൂപ്പർ വെരി ഗുഡ് അടിപൊളി. ഇനി വട്ടം വരക്ക്. വാവ് വാവ്. അങ്ങനെ ചിത്രരചന വട്ടം വര 1 വരെയെല്ലാം കഴിഞ്ഞ ശേഷം ഇതാ അമ്മ നല്ല പക്കോട ആക്കി വെച്ചതിരുന്ന് കഴിക്കുവാന്ന്. ചൂട് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെന്താ അതിന് ശേഷം ഞാനും റിക്കോർഡിനും കൂടി ഇരുന്ന് കുറച്ച് സമയം കാർട്ടൂൺ കണ്ടു. ഞാൻ ഫോൺ കുത്തി റിക്കോർഡിന് കാർട്ടൂൺ കണ്ടു. എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാട്ടെല്ലാം ഞാൻ കണ്ടുപിടിക്കായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണടയെല്ലാം കൂടി കണ്ണിന്ന് മൂക്കിലേക്ക് എത്തി. അങ്ങനെ പിന്നെ റിക്കൂട്ടനും ചോറൊക്കെ കൊടുത്തു. അതിൻ്റെ നടുക്ക് ഫുള്ള് റിക്കൂട്ടൻ കുറച്ച് സമയം TV കണ്ട്, ചേട്ടായി TV അല്ല ലാപ്പിൽ ഇങ്ങനെ കാർട്ടൂൺ കണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റെല്ലാം ചെയ്ത് വീഡിയോ പാട്ടെല്ലാം ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയെല്ലാം വെച്ചിട്ടാണുള്ളത്. പിന്നെ റിക്കൂട്ടനും ചോറ് കൊടുത്തു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ഞാൻ ചോറ് വയ്ക്കട്ടെ കേട്ടോ. ഉച്ചക്കത്തെ സംഭവങ്ങൾ തന്നെയാണ് രാത്രി ഉള്ളത്. നത്തൽ വെച്ചത്, നത്തൽ കറി, പയറ് വറവ്, ചോറ് കേട്ടോ. വെള്ളരിക്ക കറിയും കൂടി ഉണ്ടായിന്. പിന്നെന്താ പിന്നെ ഞാൻ റിക്കോർഡിനും കൂടി കുറച്ച് സമയം ഇങ്ങനെ കളിച്ച്. ഇപ്പോൾ റിക്കോർഡും ബിസ്ക്കറ്റ് തിന്നു. എന്നിട്ട് അതിൻ്റെ ഒരു നുള്ളു പൊടിയെടുത്ത് എനിക്ക് വായിൽ വെച്ച് തന്നതാണ്. എന്നിട്ട് അവനിങ്ങനെ ഇതാ അവൻ്റെ ബിസ്ക്കറ്റ് മൊത്തത്തിൽ തിന്നുവാണ്. സങ്കടായിന
പിന്നെ ഞാനൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള മെയിൻ നമ്മളെ പ്രൊഡക്റ്റായിട്ടുള്ള ഹോട്ട് സെല്ലിംഗ് ഹലോ ഐറ്റമായിട്ടുള്ള നമ്മളെ സിൽഷ വൈറ്റി മാം, ഞാൻ 2 റിസൾട്ട് വന്നിട്ടുണ്ട്. സിൽഷ അപ്പോൾ അതിൻ്റെ മാമിന് റിസൾട്ട് അയച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. അതിനകത്ത് തൈറോയിഡിനും വൈറ്റ് കുറയാനുള്ള കുടിച്ചിട്ട് നല്ലതാണ്, എനിക്ക് വെയിറ്റ് തൈറോയ്ഡ് ലോസിനുള്ള ഇന്ന് നല്ലതാണ് നോർമലായി, കേട്ടോ. നല്ല സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് തൈറോയ്ഡ് കൂടുതലായിരുന്നു. എപ്പം നോക്കിയാലും എത്ര ഗുളിക കഴിച്ചാലും തൈറോയ്ഡ് ഇങ്ങനെ കൂടി കൂടി നിൽക്കുമായിരുന്നു. ഇപ്പം ഞാൻ കുറേ നാളായി ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം അതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് കൂടെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നലെ മെനിഞ്ഞാന്ന് പോയി നോക്കിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. എന്താ പറയുക, നല്ല കുറവ് നോർമലിലെത്തി. ഇത് ഒരു സന്തോഷം. ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 6-7 മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ പിന്നെ ആ സന്തോഷ വാർത്തയ്ക്ക് ശേഷം റിക്കോർഡിന് ഇതാ പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് അമ്മേനോട് എന്തോ കൊഞ്ചി വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ റിക്കൂട്ടനെയും കിടത്തിറക്കി, ഞാനും ഉറങ്ങി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.